വർക്കി ഇത് 3 കാലഘട്ടങ്ങളിൽ, ഒന്ന് 2012, ഒന്ന് 2017, ഒന്ന് 2023 നടന്ന സംഭവമാണ്. പക്ഷേ ഇതിൽ സമാനത എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അതിഭീകരമായ മർദ്ദനത്തിനിരയായി എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനകത്ത് അതിഭീകരമായി മർദ്ദിക്കുന്ന നിയമബാഹ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ 3 ഉദാഹരണങ്ങളാണ്. ഇതല്ലാത്ത മറ്റ് അനുഭവങ്ങൾ, അങ്കമാലിയിൽ നിന്നടക്കമുള്ള അനുഭവങ്ങൾ വേറെയുണ്ട്. അവർ ഈ പാനലിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്, മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. പോലീസ് ഈ തരത്തിൽ ആളുകളെ തല്ലി നിയമം നടപ്പാക്കാൻ, അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആപൽക്കരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമല്ലോ. ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കണം? ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലത്തെ പ്രശ്നം എന്നുള്ള നിലയിൽ കാണാനും കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ സിസ്റ്റം ഫെയിലർ അല്ല, സിസ്റ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പോലീസ് സിസ്റ്റം ക്രിമിനൽ വൽക്കരിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ ഈ കഥകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശ്രീ ഷജീർ ഞങ്ങളോട് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സമരമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽ പുറത്തു വന്നപ്പോഴാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം എത്രമാത്രം ഭീകരമാണ് പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. കാരണം അതൊരു വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ സുജിത്ത് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞപ്പോൾ കേരളം ഒന്നടങ്കം ചിന്തിക്കുകയാണ്, ഇതാണോ ജനമൈത്രി പോലീസ്, ഇതാണോ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നടക്കുന്നത് എന്ന് കേരളം ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെയാണ് അഭിലാഷ്. നിങ്ങൾക്കറിയാം, 2016 മുതൽ 24 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ലോക്സഭയിൽ വെച്ച കണക്കിൽ തന്നെ പറയുന്നത് 16 കസ്റ്റോഡിയൽ ഡെത്താണ് ഈ 8 കൊല്ലത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലെ ക്രിമിനൽ വൽക്കരണം, പോലീസുകാരുടെ ക്രിമിനൽ വൽക്കരണം. ഇപ്പം നമുക്കറിയാം, മാങ്ങ മുതൽ മാല വരെ മോഷ്ടിക്കുന്ന പോലീസുകാരെ നമ്മൾ കാണുന്നതാണ്. അത്രമേൽ ഭീകരമാണ്, ക്രിമിനൽ വൽക്കരിച്ച പോലീസുകാരാണ്. ഇപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ എത്രയോ സംഭവങ്ങളുണ്ട്. നടപടി എടുക്കാൻ പറഞ്ഞിട്ട് നടപടി എടുക്കാത്ത പോലീസുകാർ. ഇപ്പോൾ സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. സമ്പത്ത് ഇപ്പോഴും കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുകയാണ്. നടപടി എടുക്കാൻ പറഞ്ഞിട്ട് നടപടി എടുത്തിട്ടില്ല. ഞങ്ങളുടെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിലാലിൻ്റെ കണ്ണിനിട്ടടിച്ച് കണ്ണിൽ 40% കാഴ്ച പോയ സംഭവം ഉണ്ടായി. അതിൽ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്ത് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി അവസാനം 2.5 കൊല്ലത്തെ എല്ലാ വിസ്താരത്തിന് ശേഷം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു ഉത്തരവിട്ടു. 1 മാസത്തിനുള്ളിൽ അജിൻ എന്ന് പറയുന്ന പോലീസുകാരനെതിരെ നടപടിയെടുക്കണം. കഴിഞ്ഞ മാർച്ച് മാസത്തിലിട്ട ഓർഡറാണ്. ആ ഓർഡർ ഇതേവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. ഇങ്ങനെ 2 കൊല്ലം, ഇപ്പോൾ സുജിത്തിൻ്റെ കേസ് എന്താണ്, 2 കൊല്ലമായിട്ട് പോലീസുകാർക്ക് അറിയാമായിരുന്നു സുജിത്തിനെ അകാരണമായി അവിടെ മർദ്ദിച്ചുവെന്ന്. സമരങ്ങളുണ്ടായി, നിയമ പോരാട്ടങ്ങളുണ്ടായി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തുവെന്ന്. അതുമാത്രമല്ല, ഇപ്പോൾ DYFIയുടെ നേതാവ് ഇവിടെ പറഞ്ഞു, ഞാൻ ഒരു കാലഘട്ടത്തിലും, അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാവട്ടെ, ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകനെയും പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് മർദ്ദിക്കുന്നതിന് ഞങ്ങൾ ആരും യോജിപ്പ് രേഖപ്പെടുത്തുന്നവരല്ല. കാരണം ജനാധിപത്യപരമായ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനും അവിടെ സാധാരണക്കാരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ബാധ്യസ്ഥപ്പെട്ട ആളുകളാണ്. അവരെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് കൂടെ തന്നെ പറയുകയാണ്, ഇപ്പോൾ ഈ പറയുന്ന DYFIയുടെ പഴയ SFI നേതാവ് ഇന്നിത് പറയാനുണ്ടായ സാഹചര്യം എന്താ? കഴിഞ്ഞ 9 കൊല്ലമായിട്ട് പോലും, അദ്ദേഹം പറഞ്ഞതിൻ്റെ കണ്ടന്റതാണ്, കഴിഞ്ഞ 9 കൊല്ലമായിട്ട് പോലും ഇയാൾ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. CPM-ന് പോലും ആ SFI-കാരനൊരു നീതി മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലമാണ് കൊല്ലത്ത് കിളികല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു DYFI-കാരനെ 2 കൊല്ലം മുമ്പ് മർദ്ദിച്ചു, വിഘ്നേഷ്. ഈ വിഘ്നേഷ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ, ഞാനിരുന്ന ചർച്ചയിൽ പറഞ്ഞതാണ്, 3 കൊല്ലമായിട്ട് എൻ്റെ പാർട്ടിക്കാരന് പോലും എനിക്ക് നീതി മേടിച്ചു തരാൻ പറ്റിയിട്ടില്ല എന്ന്. ഇന്നലെയാണ് ഒരു ലോക്കൽ സെക്രട്ടറി കൊല്ലത്ത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നപ്പോൾ എന്നെ പോലീസുകാരൻ കൂമ്പിനിട്ടിടിച്ചു എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് സേന ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്, ക്രിമിനൽ വൽക്കരിച്ചിരിക്കുകയാണ്. ഇതിനാരാണ് ഒത്താശ ചെയ്യുന്നത്? അവിടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇതിന് ഒത്താശ ചെയ്യുന്നത് ഇത്രയധികം സംഭവം നടന്നിട്ടും അതിലൊരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാത്ത കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. ഈ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ഈ പോലീസുകാർ ഇത്രയധികം കുറ്റകൃത്യം നടത്തിയിട്ടും അവർക്കെതിരെ ഒരു നടപടിയെടുക്കാതെ സംരക്ഷണ കവചം നടത്തുന്നത്. അപ്പൊ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഇതിന്റെ ഉത്തരവാദികൾ കേരളം ഭരിക്കുന്ന സർക്കാരും ആഭ്യന്തരമന്ത്രിയുമാണ്. ആഭ്യന്തരമന്ത്രിക്ക് കേരളത്തിലെ പോലീസ് സേനയിൽ യാതൊരു കൺട്രോളും ഇല്ലാത്ത അവസ്ഥയാണ്. ആരൊക്കെയോ ഭരിക്കുന്നു, ഒരു ഉപജാപക സംഘം ഭരിക്കുന്നു, അതിന് ഏറാമൂളി മൂളുക എന്നത് മാത്രമായി കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മാറി എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ശരി, അതാണ് ആക്ഷേപം. ശ്രീ